ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വട്ടയപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ കപ്പി കാച്ചാനുള്ള മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പാനിലേക്ക് ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇത് നല്ലപോലെ ചൂടാറിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ മാവിലേക്ക് കപ്പി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാവൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 8 മണിക്കൂർ നേരത്തേക്ക് പൊങ്ങാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 8 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ പഞ്ചസാര പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകവും 4 ഏലക്കായ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു അപ്പച്ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു നെയ്യ് പുരട്ടിയ പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാതെ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് വേണം മാവ് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇത് നല്ലപോലെ ആവിയൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ ഇഡ്ഡലിത്തട്ടിൽ വെച്ചൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തണുത്ത ശേഷം മാത്രമേ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.